ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേ നമ്മുടെ സുമിത്ര തൻ്റെ മകള് വരുന്നത് കാത്ത് ഇങ്ങനെ ഇരിക്കുന്നു. മകളെ കുറേ നേരമായിട്ടും കണ്ടില്ല. ഇനിയിപ്പോൾ മോള് തന്നെ പറ്റിച്ചതാണോ, വരില്ലായിരിക്കോ എന്നൊക്കെ ഒരു നിമിഷത്തേക്ക് നമ്മുടെ സുമിത്ര അങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫോൺ എടുത്ത് മോളെ വിളിക്കാൻ ശ്രമിച്ചു. ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചപ്പോഴേക്കും പിന്നിൽ ദേ മകള് വന്ന് നിൽക്കുന്നു. അപ്പോൾ മോളെ കണ്ട സന്തോഷത്തിൽ സുമിത്ര ഇങ്ങനെ ഞാൻ മോളെ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. ഇത്രയും നേരമായിട്ട് നീ വരാതിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു നീ വരില്ലെന്ന് എന്നൊക്കെ സുമിത്ര പറഞ്ഞത് കേട്ടപ്പോഴേക്കും നമ്മുടെ ശീതൾ പറഞ്ഞു, ഞാൻ അങ്ങനെ അമ്മയ്ക്ക് വാക്ക് തന്നിട്ട് വരാതിരിക്കുമോ അമ്മേ? അമ്മയ്ക്ക് എന്താ? ഞാൻ ഓടിപ്പിടിച്ച് വന്നില്ല അമ്മ എന്നൊക്കെ ചോദിച്ചു. എൻ്റെ പൊന്നുമോൾക്ക് വേണ്ടി അമ്മ എല്ലാം ഉണ്ടാക്കി റെഡിയാക്കി ഇരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മോള് വാ എന്നൊക്കെ പറഞ്ഞ് മോളെ വിളിച്ചടുത്തിരുത്തുന്നു. പിന്നെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. അങ്ങനെയൊക്കെ സംസാരിക്കുന്ന സമയത്തും ദേ നമ്മുടെ സുമിത്രയുടെ മുന്നിൽ നിന്നിങ്ങനെ പതറിയാണ് ശീതൾ സംസാരിക്കുന്നത്. അങ്ങനെ പതറി സംസാരിക്കുന്ന ശീതളിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് ഇങ്ങനെ എന്തൊക്കെയോ ഓരോ സംശയങ്ങളും കാര്യങ്ങളും ഉള്ളത് സുമിത്ര അങ്ങനെ പറയാനായിട്ട് തുടങ്ങണം. അപ്പം മകൾക്ക് വന്നതേ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് കഞ്ഞി എടുത്ത് കൊടുത്തു. മോൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കഞ്ഞിയാണല്ലോ എന്നുള്ളൊരിതിൽ കഞ്ഞി അങ്ങ് കൊടുത്തു. ആ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ അടുത്തിരുന്നിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ശീതൾ എന്തോ മറയ്ക്കുന്നുള്ള കാര്യം അത് സുമിത്ര നേരിട്ട് തന്നെ ശീതളിനോട് ചോദിക്കാം. എന്താ മോളെ പറ്റിയത്? നിനക്ക് എന്താ വിഷമം എന്താണെന്ന് ചോദിച്ചു. വിഷമോ? എന്ത്? അല്ല, നിനക്ക് എന്തൊക്കെയോ മാനസിക വിഷമമുണ്ടെന്ന് അമ്മയ്ക്കറിയാം. എന്നോടത് പൂജയും പറഞ്ഞു. അവൾക്കും ആ സംശയം തോന്നി. എന്താ, എൻ്റെ മോൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ മോൾ അമ്മയോട് പറയണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കെന്ത് പ്രശ്നമോ അമ്മേ? എനിക്കൊരു പ്രശ്നവും ഇല്ല, എനിക്കൊരു കുഴപ്പമില്ല അമ്മയെന്ന് പറഞ്ഞു. അല്ല, പല പ്രാവശ്യം ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരാനായിട്ട് ശ്രമിച്ചപ്പോഴൊക്കെ നീ അത് തടയുകയാണ് ചെയ്തത്. അമ്മയോട് വരണ്ടാന്ന് നീ പറഞ്ഞു. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറയാൻ എന്താ കാരണമെന്നൊക്കെ ചോദിച്ചപ്പോൾ അതും വേറൊന്നും കൊണ്ടല്ലമ്മേ, അമ്മ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞ് ശീതൾ കിടന്ന് ഉരുണ്ട് കളിക്കാം. അമ്മ ഇങ്ങനെ വിഷമിക്കൊന്നും വേണ്ട, അമ്മയുടെ മോൾക്ക് ഒരു കുഴപ്പമില്ല, സന്തോഷമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത് എന്ന് ശീതൾ സുമിത്രയോട് പറയണു. അങ്ങനെ ശീതൾ സുമിത്രയോട് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുമിത്ര ഇങ്ങനെ അത് വിശ്വസിച്ചൊന്നുമില്ല കേട്ടോ. എന്നിട്ട് മോളിങ്ങനെ കൈ ഇങ്ങനെ വെച്ച് ചോറിങ്ങനെ, അതായത് ആ കഞ്ഞി വേണോ വേണ്ടോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സുമിത്ര ഇങ്ങനെ നോക്കുമ്പോഴേക്കും കൈ നിറച്ച് കുപ്പിയോളെയാണല്ലോ ശീതൾ ഇട്ടിരിക്കുന്നത്. കുറച്ച് ഇപ്പുറം മാറി ഇതേ കയ്യിൽ കുറച്ച് മുറിവും കാര്യങ്ങളൊക്കെ. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര ചോദിച്ചു, ഇതെന്താ മോളെ, ഇതെന്ത് പറ്റിയതാ? നിൻ്റെ കയ്യിലെന്താണെന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ശീതൾ ഇങ്ങനെ കൈ മറച്ചു പിടിച്ചു. അപ്പോൾ ഇന്ന് കാണിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ എന്താ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു ശീതൾ. അപ്പോഴേക്കും സുമിത്ര കൈ വലിച്ചു പിടിച്ചു ഇങ്ങനെ നോക്കിയിട്ട് ഇതെന്ത് പറ്റിയതാ മോളെ, ഇതെങ്ങനെ നിൻ്റെ കൈ മുറിഞ്ഞത്, എന്താ ഇതെന്നൊക്കെ ചോദിച്ചു ഭയങ്കരമായിട്ട് ഇങ്ങനെ വിഷമം കാണിക്കുന്നു, വെപ്രാളം കാണിക്കുന്നു മോൾക്ക് എന്താ പറ്റിയതെന്ന് അറിയാനായിട്ട്. അപ്പോഴേക്കും ഇതൊന്നും പറ്റിയതല്ലമ്മയെന്ന് പറഞ്ഞു. ഒന്നും പറ്റാതെ ഇങ്ങനെ നിൻ്റെ കയ്യിലിങ്ങനെ മുറിവ് വന്നിരിക്കുന്നത്, നീ എന്താ അമ്മയിൽ നിന്ന് മറയ്ക്കുന്നത്? എന്ത് തന്നെയാണെങ്കിലും നിനക്കത് അമ്മയോട് പറഞ്ഞൂടെ? അമ്മയോട് പറയാൻ പറ്റാത്തതായിട്ടുള്ള എന്ത് കാര്യം എൻ്റെ മോൾക്കുള്ളതെന്നൊക്കെ സുമിത്ര ഇങ്ങനെ ചോദിച്ചപ്പോൾ അതൊന്നുമില്ലമ്മേ, അത് ഈ വള കൊണ്ടും പോറിയതാ, കുപ്പിയോളയല്ലേ കയ്യിൽ കിടക്കുന്നത്, അതിങ്ങനെ കിടന്നപ്പോൾ എന്തോ പറ്റി അങ്ങനെ മുറിവ് പറ്റിയതാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശീതൾ ഇങ്ങനെ പറയണേ. ശീതൾ അത് പറയുന്നത് കേട്ട് കഴിയുമ്പോൾ സുമിത്ര അത് വിശ്വസിച്ചില്ല. ശീതളിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നുള്ള കാര്യം സുമിത്രയ്ക്ക് മനസ്സിലായി. സുമിത്ര വീണ്ടും മകളോട് ഇത് തന്നെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്താണ് പൈസ വീട്ടിൽ നിന്ന്, അതായത് ഭാര്യയുടെ കയ്യിൽ നിന്ന് പൈസയൊക്കെ മേടിച്ച് അരവിന്ദ് അതുകൊണ്ടൊന്നൊരു കുറ്റിക്കാട്ടിൽ വെച്ചിട്ട് ആ ഒരു അജ്ഞാതൻ വരുന്നത് കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്. പൈസ കൊണ്ടുപോകുന്നവൻ ആരാണെന്ന് അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ട് അരവിന്ദൻ എന്ത് ചെയ്തു, അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവൻ ആരാണെന്ന് കണ്ടെത്താനോ കണ്ടുപിടിക്കാനോ കഴിയില്ല, അപ്പോൾ പിന്നെ മാറി നിൽക്കാം, അതാണ് ശരി എന്നും പറഞ്ഞുകൊണ്ട് ഏതോ ഒരു കാട്ടിൽ ഇങ്ങനെ മറഞ്ഞു പോയി നിൽക്കുക. കുറേ നേരം ഇങ്ങനെ നിന്നു. എന്തൊരു വെയിൽ, ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മടുക്കാൻ തുടങ്ങി ആശാൻ. ഇയാളെന്താ വരാത്തത്, ഇയാൾക്കെന്താ പൈസ ഒന്നും വേണ്ടേ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയം തലവഴി ഒരു ഇതൊക്കെ ഇട്ട് കോട്ടൊക്കെ ഇട്ട് മൂടി ആളെ വ്യക്തമല്ലാത്ത രീതിയിൽ ഒരാളിങ്ങനെ നടന്നു വരുന്നു. കുറച്ച് ദൂരം ഇങ്ങനെ നടന്ന് വന്നു കഴിഞ്ഞപ്പോഴേക്കും അരവിന്ദൻ അയാളെ കണ്ടു. വേഗം പിന്നെ വന്ന് ഇയാൾ ഈ പെട്ടിയെടുക്കുന്നതൊക്കെ അരവിന്ദൻ കണ്ടുകൊണ്ടിരിക്കുക. ഇവനെ കാണാമെന്ന് വിചാരിച്ചു നിന്നിട്ട് ഇവൻ്റെ മുഖം കാണാൻ കഴിയുന്നില്ലല്ലോ, ഇവൻ ഏതവനായിരിക്കും? എന്തായാലും ഇന്ന് ഇവൻ ആരാണെന്നറിയാതെ ഞാനിവിടെ നിന്ന് പോകത്തില്ലെന്നും പറഞ്ഞുകൊണ്ടായി അരവിന്ദൻ. അപ്പോൾ വന്നയാൾ പൈസ എടുക്കുന്നു, പിന്നെ പെട്ടി തുറന്ന് ഇങ്ങനെ നോക്കുവാണ് ആ ക്യാഷ് അതിനകത്ത് ഇരിപ്പുണ്ടോന്ന്. ആ ക്യാഷും എടുത്ത് അയാളിങ്ങനെ ആ ക്യാഷ് നോക്കിയിട്ട് അത് അടച്ചിട്ട് തിരികെ നടന്ന് അയാളങ്ങ് നടന്നു പോയപ്പോഴേക്കും ഇവൻ്റെ പിന്നാലെ പോയാൽ ഒരു പക്ഷേ ഇവൻ ആരാണെന്ന് അറിയാൻ കഴിഞ്ഞേക്കും, അല്ലെങ്കിൽ ഇവൻ ആരാണെന്ന് അറിയാൻ കഴിഞ്ഞില്ലെങ്കിലോ. അങ്ങനെ എങ്ങാനും ഇവൻ ആരാണെന്ന് അറിയാൻ കഴിഞ്ഞാൽ രഞ്ജിതയുടെ മുന്നിൽ എനിക്കൊന്ന് ആളാവുകയും ചെയ്യാം. ഇതൊക്കെ പ്രതീക്ഷിച്ച് ആശാൻ ഇങ്ങനെ വന്നയാളുടെ പിന്നാലെ പോണു.
അങ്ങനെ ഇവർ ആ ഒരു സംഭവങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഈ വന്ന അജ്ഞാതൻ്റെ പിന്നിലൂടെ ഇയാൾ അങ്ങ് പോയി. കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും വന്നവൻ വണ്ടിയിൽ കയറി അങ്ങ് പോയി. പക്ഷേ ഇവരാരാണെന്നോ എന്താണെന്നോ അറിയാനായിട്ട് അരവിന്ദന് കഴിഞ്ഞില്ല. കാരണം അയാൾ തലവഴി അത് ഇട്ടേക്കുന്നു, വന്നതുപോലെ തന്നെ തിരിച്ചു വണ്ടിയിൽ കയറി പോവുകയും ചെയ്തു. അപ്പോൾ ഇതാരാ എങ്ങനെയാണെന്നൊന്നും കണ്ടുപിടിക്കാൻ അരവിന്ദന് കഴിഞ്ഞില്ല. ഇത്രയും നേരം കഷ്ടപ്പെട്ടത് വെറുതെ ആയല്ലോ, പിന്നെ പോട്ടെ, കുറച്ച് പൈസ ലാഭിച്ചു, അതുമാത്രമാണ് ആകെ ഉണ്ടായ മെച്ചം എന്നും പറഞ്ഞാണ് ആശാൻ ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും അവിടെ ഇങ്ങനെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമ്മുടെ ദീപുവിനെയാണ് കാണിക്കുന്നത്. ദീപു ഇങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ദീപുവിനെ കാണാനായിട്ട് ആരോ വരുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ ദീപു ഇങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ദീപുവിൻ്റെ മുഖത്ത് ഭയങ്കരമായിട്ട് ടെൻഷനുണ്ട്. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരിതിൽ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അങ്ങോട്ടേക്ക് പരമശിവത്തിൻ്റെ വണ്ടി വന്നു. അയാൾ കൊണ്ടുവന്ന് വണ്ടി അങ്ങ് നിർത്തി കഴിഞ്ഞപ്പോഴേക്കും പേടിച്ച് വിറച്ച് നിൽക്കുന്ന ദീപുവിനെ നമ്മൾക്ക് ആ മുഖഭാവത്തിലൂടെ മനസ്സിലാകും. ദീപുവിനെ കണ്ടപ്പോഴേക്കും പരമശിവ ഒരു ചിരിയൊക്കെ ചിരിച്ചിങ്ങ് വന്നു. എന്താണ്ട് ദീപു വിശേഷങ്ങൾ, പൈസയൊക്കെ റെഡിയല്ലേ എന്ന് ചോദിച്ചു. അത് പിന്നെ ചേട്ടാ പൈസയുടെ കാര്യം പറയാനാണ് ഞാനിവിടെ നിന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. എന്തു പറ്റി ദീപു, ഒരു ബപ്പ ക്യാഷും എടുത്തേക്കാൻ പറഞ്ഞു. അത് പിന്നെ എനിക്ക് പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞു. പൈസ കിട്ടുമ്പോൾ ഞാൻ ചേട്ടൻ്റെ കയ്യിലേക്ക് എത്തിച്ചേക്കാമെന്ന് പറഞ്ഞപ്പോൾ നീ ആരോടായി കളിക്കുന്നതെന്ന് നിനക്കറിയാവോ എന്ന് പരമശിവൻ ചോദിക്കുക. നിനക്ക് പൈസ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോഴേക്കും അവിടെ ന്യൂസ് എത്തി. കാരണം ഈ പൈസ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം അപ്പം തന്നെ അവിടെ നിന്ന് അരവിന്ദൻ പരമശിവത്തിന് കൈമാറി. ആ സമയം കഴിഞ്ഞിട്ടാണ് പരമശിവൻ എത്തുന്നത്. അപ്പോഴും ദീപുവാണ് ഈ കാശും കൊണ്ട് പോകുന്നത് എന്നുള്ള കാര്യമാണ് ഇവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാശ് ദീപുവിൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ദീപുവിൻ്റെ മുന്നിലേക്ക് വന്ന് ഇയാൾ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ നിൻ്റെ കയ്യിൽ കാശുണ്ടെന്നൊക്കെ എനിക്കറിയാം, നീ ആരോടാ കളിക്കുന്നത് എന്ന് ഇയാൾ ചോദിച്ചു. ചേട്ടാ സത്യമായിട്ടും എൻ്റെ കയ്യിൽ കാശില്ല ചേട്ടാ, കാശുണ്ടെങ്കിൽ ചേട്ടൻ പറഞ്ഞതുപോലെ ഞാൻ ചേട്ടനെ തരില്ലേ എന്നൊക്കെ ചോദിച്ചപ്പം മോനെ ദീപു, നീ നല്ലൊരു നടനാണ് എന്ന് കരുതി നീ എൻ്റെ മുന്നിൽ നിന്ന് ഒരുപാട് അങ്ങ് അഭിനയിക്കാൻ നോക്കരുത്, അത് നടപ്പാകുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ ക്യാഷ് ഇവിടെ നിന്ന് കിട്ടാതെ ഇന്ന് നീ ഇവിടെ നിന്ന് ഒരടി ഇറങ്ങാൻ പോണില്ല എന്നും പറഞ്ഞു. അപ്പോഴേക്കും നോക്കടാ എന്നും പറഞ്ഞു പരമശിവത്തിൻ്റെ കയ്യിൽ കൂടെ ഉണ്ടായിരുന്ന ആളോട് ഈ പരമശിവൻ പറഞ്ഞതനുസരിച്ച് ദീപുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് തട്ടിപ്പറിച്ചിങ്ങ് തട്ടിപ്പറിച്ച് വാങ്ങിച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ചേട്ടാ സത്യമായിട്ടും എൻ്റെ കയ്യിൽ കാശ് കിട്ടിയിട്ടില്ല ചേട്ടാ, കാശ് കിട്ടിയാൽ ഞാൻ ചേട്ടൻ്റെ കാശ് ഉറപ്പായിട്ടും തരും, ഒരിക്കലും ഞാൻ പറ്റിക്കത്തില്ല, എൻ്റെ കയ്യിൽ ആ കാശ് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞത് 100% സത്യമാണ്, എൻ്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ല ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഈ നമ്മുടെ ദീപു ഇങ്ങനെ പറയുമ്പോഴേക്കും ആ പെട്ടി അങ്ങ് കൊടുത്തേക്കടാ എന്നും പറഞ്ഞ് ആ ഗുണ്ടയോടി പരമശിവൻ പറഞ്ഞു. അപ്പോഴേക്കും ഇതെടുത്ത് വലിച്ചെറിഞ്ഞ് ദീപുവിൻ്റെ കയ്യിലേക്ക് തന്നെ കൊടുത്തു. അപ്പോൾ ദീപുവിൻ്റെ ഈ സംസാരവും കാര്യങ്ങളും എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഈ കാശ് അടിച്ചുകൊണ്ട് പോകുന്നവൻ ദീപു ആണോ അല്ലയോ എന്ന് ഇവർക്കൊരു സംശയം. എന്നിട്ട് പരമശിവൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത്ര സമയം കൂടി ഞാൻ നിനക്ക് തരും, അതിനുള്ളിൽ എനിക്ക് തരാനുള്ള കാശ് ഫുള്ളായിട്ട് എനിക്ക് തന്നിരിക്കണം, ഇല്ലെങ്കിൽ പരമശിവ ഒരു വരവും കൂടെ വരും, ഒരു പക്ഷേ അത് എങ്ങോട്ടാണ് വരുന്നത് എന്താണ് ചെയ്യുന്നതെന്നൊന്നും പറയാൻ പറ്റിയെന്ന് വരില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ പറയണു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും തരാൻ ചേട്ടാ എന്നും പറഞ്ഞ് ദീപു ഇങ്ങനെ നിൽക്കുക. അങ്ങനെ അവരങ്ങ് പോയി. ഇവരെ പോയി കഴിഞ്ഞപ്പോൾ ദീപു ഇങ്ങനെ ആകെ പേടിച്ച് വിഷമിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഇയാളിങ്ങനെ വയലൻ്റായ സ്ഥിതിക്ക് കാശ് കൊടുക്കാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ. അപ്പോൾ എന്തൊക്കെയോ ഒരു ദുരൂഹത ഇങ്ങനെ ദീപുവിനെ ചുറ്റിപ്പറ്റി നടപ്പുണ്ട്. ദീപു ആണെങ്കിൽ ആർക്കും അങ്ങ് പിടി കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ദീപു ഇതിനകത്ത് എന്താണ് റോള് കൈകാര്യം ചെയ്യുന്നത് എന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ആ ഒരു സംഭവം കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് പരമശിവ അങ്ങ് ചെന്നിട്ട് പരമശിവ അവരെ, അതായത് രഞ്ജിതയൊക്കെ വിളിച്ചു. രഞ്ജിതയെ വിളിച്ചിട്ട് പറഞ്ഞു, അതായത് അയാളുടെ കയ്യിലെങ്ങും കാശൊന്നും കിട്ടിയിട്ടില്ല, അയാളല്ല നിങ്ങളെ പറ്റിക്കുന്നതെന്നാണ് തോന്നുന്നത് തുടങ്ങിയ രീതിയിലൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ രഞ്ജിത ചോദിച്ചു, അയാളല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും ഈ കാശ് ഇങ്ങനെ തട്ടിക്കൊണ്ട് പോകുന്നത്, സത്യങ്ങൾ അറിയാവുന്നവൻ ആരായിരിക്കും എന്നിങ്ങനെ രഞ്ജിത അവിടെ ഇരുന്ന് ചിന്തിക്കുന്നു. അങ്ങനെ രഞ്ജിത ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കോളിംഗ് ബെല്ല്. രഞ്ജിത ചെന്ന് നോക്കി, അതേപോലെ തന്നെ ആ ലെറ്റർ അവിടെ കിടപ്പുണ്ട്. ആ ലെറ്ററിൽ ഈ കാശ് കുറവ് വന്നതിനെ പറ്റിയൊക്കെ അയാളിങ്ങനെ എഴുതി പിടിപ്പിച്ചിരിക്കുക. അപ്പോൾ ഈ കാശെടുത്ത് അടിച്ചു മാറ്റിയത് ഈ അരവിന്ദാണെന്നുള്ള കാര്യമൊന്നും രഞ്ജിത അറിയുന്നില്ല. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ രഞ്ജിതയ്ക്ക് അങ്ങ് ഭ്രാന്ത് കയറി. രഞ്ജിത മുട്ടിയൊക്കെ വലിച്ച് പറിച്ച് അങ്ങനെ ഭയങ്കര കലിപ്പിൽ നിൽക്കുവാണ്. ഈ ശത്രുവിനെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ലല്ലോ, ശത്രു ആരാണെന്നും അറിയാൻ കഴിയുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ അത് ശരിക്കും ഈ പറയുന്ന നമ്മുടെ രഞ്ജിതയുടെ മുഖത്തും പ്രവൃത്തികളിലും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്ന സമയത്ത് സുമിത്രയും ശീതളും കൂടി വീണ്ടും സംസാരിക്കുന്നു. മകളോട് ഇങ്ങനെ തൻ്റെ ജീവിതത്തിൽ എന്ത് ദുരന്തമാണ് അല്ലെങ്കിൽ ദുരിതമാണ് ഉള്ളതെന്നും സച്ചിൻ മോളെ നോക്കുന്നില്ലേ, അതുപോലെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുക. ശീതളൊന്നും വിട്ടു പറയുന്നില്ല. തൻ്റെ അവസ്ഥ, തൻ്റെ മാനസികാവസ്ഥ, തൻ്റെ ജീവിത സാഹചര്യങ്ങളെല്ലാം സുമിത്രയോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുമിത്ര ഒരുപാട് വേദനിക്കുമെന്നും അതോടൊപ്പം തന്നെ സുമിത്ര ഇതിനൊക്കെ പരിഹാരം
കാണാൻ ഇറങ്ങി പുറപ്പെടുമെന്നും അതുവഴി തനിക്ക് വലിയ പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നും ഒക്കെ ശീതളിനറിയാം. അപ്പം അതുകൊണ്ടാണ് മകൾ അമ്മയോടൊന്നും വിട്ടുപറയാൻ തയ്യാറാകാത്തത്. അങ്ങനെ ഇവർക്കിടയിലുള്ള ആ ഒരു സംസാരത്തിനിടയിൽ മകളുടെ ദുരന്തമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സുമിത്ര ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വരാനിരിക്കുന്നത്. എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.